ഹലോ ഗൈസ്. നമ്മൾ ലാസ്റ്റ് ടൈമിൽ ബഗ് ബൗണ്ടറി സീരീസിന്റെ ഭാഗമായി പഠിച്ചത് എന്താണ്? ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്. അതിൽ തന്നെ റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, അതേപോലെ സ്റ്റോർഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന രണ്ട് തരത്തിലുള്ള വൾനറബിലിറ്റീസ് നമ്മൾ പഠിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് തന്നെയുള്ള ഡോം ബേസ്ഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന വൾനറബിലിറ്റി ആണ്. ഹായ് ഗൈസ്, ഞാൻ മനു. ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ വീഡിയോ എൻ്റെ ബഗ് ബൗണ്ടറി സീരീസിന്റെ ഭാഗമായി ഞാൻ ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വൾനറബിലിറ്റി ഓവാസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പ് 10 വൾനറബിലിറ്റീസിൽ ഒന്നാണ്. നിങ്ങളൊരു സൈബർ സെക്യൂരിറ്റി എന്തൂസിയസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കുക. ആദ്യമേ തന്നെ എന്താണ് ഡോം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഡോം എന്ന് വെച്ചാൽ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. ആദ്യമേ എന്താണ് ഡോം ബേസ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി എന്ന് ഞാൻ പറയുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് എന്താണ് ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് വെബ്സൈറ്റ്, എന്താണ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഡോം ബേസ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ എന്താണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ ചെല്ലുന്നു. അവിടെ നിങ്ങൾ കുറച്ച് പ്രൊഡക്ട്സ് ആ കാർട്ടിലേക്ക് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ 100 രൂപയുടെ 5 പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടോട്ടലായ സം 500 റുപ്പീസ് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിന് കാരണം ആ ഒരു വെബ്സൈറ്റ് ഒരു ഡൈനാമിക് വെബ്സൈറ്റ് ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ്, നിലവിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് മാറ്റി പുതിയൊരു അഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഡെലിവറി ഡേറ്റും തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരാൻ തുടങ്ങും. ഇതെല്ലാം സംഭവിക്കുന്നത് അതൊരു ഡൈനാമിക് വെബ്സൈറ്റ് ആയതുകൊണ്ടാണ്. ഇൻ കേസ് അതൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണെങ്കിൽ അത്ര പെട്ടെന്ന് അത് അവിടെ റിഫ്ലക്റ്റ് ആവില്ല. നിങ്ങൾ ആ സൈറ്റ് റിഫ്രഷ് ചെയ്യേണ്ടതായിട്ട് വരും. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ നിങ്ങൾ എപ്പോഴും മാനുവലായിട്ട് അപ്ഡേഷൻ നടത്തേണ്ടതായിട്ട് വരും. എന്നാൽ ഈ പറയുന്ന ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡലിലോട്ട് ഒരു അറ്റാക്കർക്ക് ചില മലീഷ്യസ് പേരോട് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡൈനാമിക് വെബ്സൈറ്റ് ഉണ്ടാക്കുവാനായിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഡോം, അതായത് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. ഈ ഡോം ഉള്ളത് കാരണം ജാവാസ്ക്രിപ്റ്റ് പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വെബ്സൈറ്റിലെ കണ്ടന്റിനെ വളരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കുവാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ വൾനറബിലിറ്റി എങ്ങനെയാണ് ഒരു അറ്റാക്കർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കണ്ടേ? നമുക്കൊരു എക്സാമ്പിളോട് കിടക്കാം. ഒരു ഡോം ബേസ് വൾനറബിലിറ്റി, ഒരു ഡോം ബേസ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി എന്താണെന്ന് ഈ വെബ്സൈറ്റ് വഴി ഞാൻ കാണിച്ചു തരാം. ഇതൊരു ടെസ്റ്റിംഗ് സൈറ്റ് ആണ്. ഇതിൽ ഒരു വൾനറബിലിറ്റി ഉണ്ട്. അത് ഡോം ബേസ് വൾനറബിലിറ്റി ആണ്. നമുക്ക് ഈ ഒരു സൈറ്റിൽ ഒരു സെർച്ച് ബാർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ സൈബർ മല്ലു എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇത് സെർച്ച് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ സെർച്ച് കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഡെവലപ്പർ മോഡിലേക്ക് പോയി നോക്കുകയാണ്. ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ സൈബർ മല്ലു എന്നുള്ള വാക്ക് എവിടെയാണോ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അതിവിടെ അറിയാൻ പറ്റും. ഇവിടെ സൈബർ മല്ലു എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് ഈ ഒരു H1 ടാഗിനുള്ളിലാണ്. അതാണ് ഈ ഒരു ടെക്സ്റ്റ് അല്പം വലിയൊരു ഫോണ്ടിൽ കാണിച്ചിട്ടുള്ളത്, H1 ടാഗ്. എന്നാൽ അല്പം കൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സൈബർ മല്ലു എന്നുള്ളൊരു വാക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നോക്കാം. ഓക്കെ, അതായത് ഇവിടെ ഫേവറസ് എന്നൊരു പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് അത് സെർച്ച് ചെയ്തപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പേര് ഡിസ്പ്ലേയിൽ കാണിക്കുകയും ഒപ്പം ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ഇവിടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഇതിനു വേണ്ടിയാണ് ഇവിടെ ഡോം ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ ഇമേജ്
സോഴ്സ് ഈക്വൽ റിസോഴ്സ് ഇമേജ് ട്രാക്ക് ഗിഫ് സെർച്ച് ടൈം ഈക്വൽ ഫേവറസ്. ഇങ്ങനെ പറയുമ്പോഴത്തേന് കൃത്യമായ ആ ഇമേജ് കണ്ടന്റ് ഇവിടെ ലോഡ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡൈനാമിക് പേജിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഒരു സ്റ്റാറ്റിക് പേജ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനൊരു കണ്ടന്റ് ഒരിക്കലും വരികയില്ല. നമ്മളത് മറ്റൊരു പേജിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുക. ഇവിടെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതേ പേജിൽ തന്നെ മറ്റൊരു കണ്ടന്റ് വരികയാണ് ചെയ്തത്. അതായത് നമ്മൾ സെർച്ച് ചെയ്ത കണ്ടന്റ് കൃത്യമായി ഈ ഒരു പേജിലേക്ക് വന്നു. അതാണ് ഡൈനാമിക് പേജിൻ്റെ പ്രത്യേകത. അതിന് വേണ്ടി സഹായിക്കുന്നതാണ് ഡോം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് സഹായിച്ചിട്ടുള്ള ഡോം സ്ക്രിപ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഫംഗ്ഷൻ ട്രേസ് സെർച്ച് ഈക്വൽ ഡോക്യുമെന്റ് റൈറ്റ്. ഇതാണ് ഒരു ഡോമിൻ്റെ എക്സാമ്പിൾ. ഇവിടെ ആ കൃത്യമായ ആ റിസോഴ്സിനെ ഈ ഒരു ഇമേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതേ കോഡ് തന്നെ നമുക്ക് മറ്റേത് ഇമേജ് ലോഡ് ചെയ്യാനും പറ്റും. ഇവിടെ ഞാൻ മറ്റൊരു കണ്ടന്റാണ് സെർച്ച് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോഴും ഇതേ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതേ പേജിലോട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് പഠിച്ച വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റേഷനിൽ നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യമായി നമ്മൾ സെർച്ച് ബാറിലേക്ക് ഇതുപോലൊരു മലീഷ്യസ് സ്ക്രിപ്റ്റിനെ ഇൻജെക്റ്റ് ചെയ്തു. അതവിടെ റിഫ്ലക്റ്റ് ചെയ്തു. എന്നാൽ ഇതവിടെ നടക്കുന്നില്ല. രണ്ടാമത് പഠിച്ചപ്പോൾ ഒരു കമൻറ്റ് സെക്ഷനിലോട്ട് നമ്മളൊരു മലീഷ്യസ് സ്ക്രിപ്റ്റിനെ ഇൻജെക്റ്റ് ചെയ്തു. അതവിടെ സേവ് ആയി. എന്നാൽ ഇതിൽ അങ്ങനത്തെ വൾനറബിലിറ്റീസ് ഒന്നും തന്നെ നടക്കുകയില്ല. അതിന് കാരണം ഈ ഒരു സ്ക്രിപ്റ്റ് വർക്കാകുന്നത് ഈ പറയുന്ന ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡലിൽ മാത്രമാണ്. ഈ ഒരു ഫീൽഡിലെല്ലാം പലതരത്തിലുള്ള സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മലീഷ്യസ് പേലോഡ് ഇവിടെ വർക്കാകാത്തത്. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡലിലേക്കുള്ള ഡയറക്റ്റ് ഇൻജെക്ഷനാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഇത് വന്നിരിക്കുന്നത് ഈ പറയുന്ന ഡബിൾ കോഡ്സിനുള്ളിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ മറ്റൊരു മലീഷ്യസ് പേലോഡാണ് ഇൻജെക്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മലീഷ്യസ് സ്ക്രിപ്റ്റ് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഞാൻ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു തരാം. ഞാൻ ഇൻജെക്റ്റ് ചെയ്ത പേലോഡ് ഇതാണ്. ഓൺ ലോഡ് ഈക്വൽ ഡബിൾ കോഡ്സ് അലേർട്ട്. ഇതാണ് ഞാൻ എൻ്റർ ചെയ്ത മലീഷ്യസ് പേലോഡ്. ഇതാണ് ഞാൻ എൻ്റർ ചെയ്ത പേലോഡ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത സെർച്ച് കണ്ടന്റിനെ കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അലേർട്ടിന് ശേഷം ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു ഡബിൾ കോഡ്സ് കാണാം. എന്നാൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ ഓൺ ലോഡ് ഈക്വൽ അലേർട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ആദ്യമേ സംഭവിക്കുന്നത് ഈ ഒരു ഡബിൾ കോഡ്സ് എടുക്കുകയാണ്. ഈ ഡബിൾ കോഡ്സ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിനവസാനം വന്നിരിക്കുന്ന ഡബിൾ കോഡ്സ് ക്ലോസ് ആയി പോവുകയാണ്. അതായത് ഈ കാണുന്ന സോഴ്സ് കോഡിന് മുമ്പുള്ള ഡബിൾ കോഡ്സും എൻഡ് ചെയ്യുന്നത് ഈ സോഴ്സ് കോഡിന് ശേഷം വരുന്ന ഈ ഒരു SRCക്ക് ശേഷം വരുന്ന ഡബിൾ കോഡ്സ് ക്ലോസ് ആകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഓൺ ലോഡ് അലേർട്ട് കൊടുക്കുമ്പോഴത്തേന് ഇവിടെ ഈ ഡബിൾ കോഡ്സ് ഇവിടെ ക്ലോസ് ആയതിനു ശേഷം അടുത്ത ഡബിൾ കോഡ്സ് ഓപ്പൺ ആവുകയാണ്. ഈ SRCക്ക് ശേഷം വരുന്ന ഡബിൾ കോഡ്സ് ക്ലോസ് ആകുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സെർച്ച് ക്വറിക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ ഒരു ഡബിൾ കോഡ്സ് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഡബിൾ കോഡ്സ് SRCക്ക് ശേഷം വരുന്ന ഡബിൾ കോഡ്സ് എൻഡ് ആകുന്നത് ഈ ഓൺ ലോഡിന് മുമ്പ് തന്നെയാണ്. അതായത് ഈ ഒരു ഡബിൾ കോഡ്സിന് മുമ്പ് തന്നെ മറ്റൊരു ഡബിൾ കോഡ്സ് അവിടെ വരും. അതിനുശേഷം നമ്മളുടെ ഓൺ ലോഡ് കണ്ടന്റ് ലോഡാകും. ഇവിടെ അലേർട്ട് മെസ്സേജ് വരാൻ ഉപയോഗിക്കുന്ന പോപ്പപ്പ് വിൻഡോ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് 1. ഇപ്പോൾ ഈ ഒരു സെർച്ച് കണ്ടന്റ് ഡയറക്റ്റായിട്ട് ഈ ഒരു ഡോമിലേക്ക് ഇൻജെക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ അലേർട്ട് മെസ്സേജ് വരുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടൊരു പോപ്പപ്പ് മെസ്സേജ് വരാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ അറ്റാക്കർക്ക് ഇത് മറ്റു പല രീതിയിലും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ലാസ്റ്റ് ചെയ്ത പ്രാക്ടിക്കലിൽ നമ്മൾ ചെയ്തത് എന്താണ്? വിക്ടിമിൻ്റെ സെഷൻ ID എടുക്കുവാനായിട്ട് ശ്രമിച്ചു. അത് നമ്മൾ സക്സസ് ആവുകയും ചെയ്തു. ഇത് തന്നെ അറ്റാക്കർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.